വൈഡിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലേസ് വരുമ്പോൾ നമുക്ക് വൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫൂട്ടേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ 30 Pro Maxൻ്റെ ഫൂട്ടേജ് നോക്കുമ്പോൾ നമുക്കൊരു വൈഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് 0.5x ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് XS Maxിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1x നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈഡില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൽഫി വീഡിയോ ആണ്, അതായത് ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, സ്റ്റെബിലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്ത് കാണിച്ചിട്ടോ. ഇപ്പോൾ നിങ്ങൾ രണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത് 3x ഫൂട്ടേജാണ്. രണ്ടും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iPhone 13 Pro Maxും അതുപോലെ തന്നെ നമ്മുടെ XSും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. അതായത് നമ്മുടെ 13 Pro Maxനായിട്ട് നമ്മുടെ 7+ കമ്പാരിസൺ ചെയ്തിട്ട് അവിടുന്ന് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, എന്തായാലും ക്യാമറ കമ്പാരിസൺ അല്ലേ, അപ്പോൾ ഏതാണ് ക്വാളിറ്റി ഉള്ളതെന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കമ്പാരിസൺ ചെയ്യാൻ വന്നത് XSും അതുപോലെ തന്നെ iPhone 13 Pro Maxും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടും നമുക്ക് വരുന്നത് 12 MP ഞാൻ വഴിയ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കാം. അപ്പോൾ പക്ഷേ പറയാം, നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ് നമ്മുടെ ദുബായിൽ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇവർ ഈ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നത്. ഈ ചെടിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. അത് നല്ല എന്താ പറയുക, വിൻ്റർ സീസണാണ് ഇപ്പോൾ നമ്മുടെ ദുബായിൽ. ഓക്കെ, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇനിയിപ്പോൾ സൂര്യൻ അവിടെ ഉദിച്ചിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ചൂട് ഫീൽ ആവില്ല. തണുത്ത കാറ്റാണ് അടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതേ സെയിം ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ടൈമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പണ്ടത്തെ ഈ ലൊക്കേഷനിൽ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സമ്മറിൽ ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവൽ ചൂട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ചൂടാവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കൊടുത്ത ഓൾറെഡി നിങ്ങൾ കണ്ട ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ രണ്ടിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വലുണ്ടോ, ഇത് 1x ആണോ, അതായത് 4Kയിൽ 13 ഫ്രെയിം/സെക്കൻഡിൽ 1xലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് രണ്ടിലും 60 ഫ്രെയിം/സെക്കൻഡ് വരെ മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 13 ഫ്രെയിം/സെക്കൻഡിലാണ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് XS Maxലുണ്ട്. അതായത് 60 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും 4Kയിൽ കേട്ടോ. ഓക്കെ, രണ്ടിൻ്റെയും ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ട് നമുക്ക് 12 MP വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 MP വരുന്നത്. XS Maxന് നമുക്ക് 2 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് ഐഫോണിലാണെന്നുണ്ടെങ്കിൽ 3 ക്യാമറ നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ഒരൊറ്റ ക്യാമറ. ഓക്കെ, അത് 7 MP, മറ്റേതാണെന്നുണ്ടെങ്കിൽ 12 MP. പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, രണ്ടും 1x ആണ്. നമുക്ക് XS Maxൽ വൈഡ് വരുന്നില്ല. ഞാൻ iPhone 13 Pro Maxൽ നിങ്ങൾക്ക് വൈഡിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലേസ് വരുമ്പോൾ നമുക്ക് വൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടോ. നമുക്ക് ഈ ഒരു ബെസ്റ്റ് ഫൂട്ടേജ് നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി ഞാൻ നേരെ 1x ഇട്ട് കാണിച്ചാൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ടിൽ നോർമൽ 1x ആണ്. നമുക്ക് XS Maxൽ ഒന്നും കൂടി പറയുകയാണ്, നമുക്ക് വൈഡ് വരുന്നില്ല. പിന്നെ ഇനി നിങ്ങൾ ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്ത് കാണിച്ചു കേട്ടോ. XS Max സ്റ്റെബിലൈസേഷനിൽ എങ്ങനെയാണ് ബെറ്റർ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഹായ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ട്, അത്യാവശ്യം നല്ല വൈഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും ഫോണിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൈഡ് കിട്ടുള്ളൂ. നമുക്കൊരു വ്ളോഗിങ്, അതായത് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു XS Max ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ XS Max എന്നാണോ പറയുന്നത്, മറന്നുപോയിട്ടാണ്. XS ബെസ്റ്റ് ചോയ്സ് അല്ല. പിന്നെ XS Maxും XSും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, വലുപ്പത്തിൻ്റെ വ്യത്യാസം ഉള്ളൂ. ക്യാമറ രണ്ടും സെയിമാണ്. ഇപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്താൽ ഈ ഒരു വൈഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ 1xലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വ്ളോഗായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 0.5x ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല. എന്നാലും നമുക്കിതാ ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് വിട്ടുപിടിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് 0.5x നമുക്ക്
30 Pro Maxൽ നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും കാണിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ 30 Pro Maxൻ്റെ ഫുട്ടേജ് നോക്കുമ്പോൾ ഒന്നും കൂടി വൈഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് 0.5x ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് XS Maxലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1x നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈഡില്ല. അപ്പോൾ ഒരു വ്ളോഗിങ് പർപ്പസിന് നമുക്ക് 0.5x ബെസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിങ്ങനെ പോകുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഷെയ്ക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ക്യാമറ സൂമിംഗ് ടെസ്റ്റാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ 30 Pro Maxൽ നോക്കുകയാണെങ്കിൽ 0.5x വൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1x ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ രണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത് 1xലുള്ള ഫുട്ടേജാണ്. ഇനി ജസ്റ്റ് നമുക്ക് 3x ഇട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ രണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത് 3x ഫുട്ടേജാണ്. രണ്ടും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും രണ്ടും ഷാർപ്പായിട്ട് തന്നെ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു പനമരാണെന്നുണ്ടെങ്കിലും നോക്കിക്കേട്ടോ, ആ ടെക്സ്റ്റൊക്കെ നമുക്ക് അത്രയും ഷാർപ്പായിട്ട് കാണുന്നുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 6xലാണ്. രണ്ടും നമുക്ക് 6xലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും ക്വാളിറ്റിയിൽ വലിയ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടിലും മാക്സിമം വരുന്ന സൂം എത്ര നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 9x സൂമാണോ, അതായത് നമ്മുടെ 13 Pro Maxൽ 9x സൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6x വരുന്നുള്ളൂ മാക്സിമം. ഓക്കെ, നമ്മുടെ 30 Pro Maxൽ ആ ഒരു നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഷാർപ്പായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്തായാലും ബാക്കിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു രണ്ട് ഡിവൈസിലും സൂമിംഗ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വൈഡ് വരുന്നത് നമ്മൾ iPhone 13 Pro Maxലാണ്, അതായത് 0.5x. നമുക്ക് iPhone XSലാണെങ്കിൽ വൈഡ് വരുന്നില്ല. അതേപോലെ നമ്മൾ 1x ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് പിക്ചറിനെയും കളർ ഡെപ്തിൽ വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്കൈൻ്റെ ഭാഗം നോക്കിയാൽ രണ്ടിൻ്റെയും കളർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, രണ്ടിൻ്റെയും കളർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. 13 Pro Maxലാണെങ്കിൽ ഒന്നും കൂടി ഒരു ഡീപ്പ് കളറാണ്. അതുപോലെ തന്നെ XSലാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് സ്കൈ ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ 3xൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. കാരണം iPhone 13 Pro Maxൽ നമുക്ക് ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അതുപോലെ തന്നെ iPhone XSലാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സൂമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 13 Pro Maxൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പാം ട്രീ പിന്നെ ലെറ്റേഴ്സിൻ്റെ ഒരു ലൈറ്റിങ്ങും ആ ഒരു ഷാർപ്നെസ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ XSലാണെങ്കിൽ ഒരു ചെറിയൊരു ബ്ലറി ആയിട്ടാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഒരു രണ്ടും ഏകദേശം ശരിയാണ്. പക്ഷേ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഡിവൈസിലും മാക്സിമം സൂമിങ് വരുന്നത് 9x ആണ്. അതായത് 13 Pro Maxലും XSലും 9x ആണ് മാക്സിമം സൂം വരുന്നത്. നമ്മൾ രണ്ട് പിക്ചറും നോക്കുകയാണെങ്കിൽ 13 Pro Maxൽ ഒന്നും കൂടിയും നല്ലൊരു ട്രൂ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. XS Maxലാണെങ്കിൽ ഒന്നും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഈ ഒരു മാക്സിമം സൂമിങ്ങിൽ 9xൽ നമ്മൾ iPhone XS 13 Pro Maxനായിട്ട് ഏകദേശം കട്ടൊക്കെ കൂടെ പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൽഫി വീഡിയോ ആണ്, അതായത് ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് XSൻ്റെ വീഡിയോ ക്വാളിറ്റി കണ്ടിട്ട് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടിലാണെന്നുണ്ടെങ്കിലും വൈഡ് വരുന്നില്ല കേട്ടോ, നമുക്ക് 1x വരുന്നുള്ളൂ. ഞാൻ സ്റ്റിക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ലെവലിലേ കിട്ടുള്ളൂ. അവിടുന്ന് സൺലൈറ്റ് അടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് ഫുട്ടേജ് ചിലപ്പോൾ ക്ലിയർ ഇല്ലാതാവും. ഓക്കെ, പിന്നെ ജസ്റ്റ് ഞാനൊന്ന് നടന്ന് കാണിച്ചു തരാം.
സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ക്യാമറ ഞാൻ ഓൾറെഡി മുന്നേ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഐഫോണിൽ നമുക്ക് ബ്ലോഗിങ്ങിന് ഫ്രണ്ട് ക്യാമറ അത്ര വലിയ സൂപ്പറല്ല, എന്നാലും ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്രോ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐഫോൺ 13 Pro Maxൽ മാക്രോ മോഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി മാക്രോ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ കണ്ടാൽ അടിപൊളി മാക്രോ എടുത്തുനിന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് XS Maxൽ മാക്രോ മോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു മാക്രോ ഫോട്ടോ കിട്ടുന്നില്ല, നമുക്ക് ബ്ലറായിട്ടാണ് കാണുന്നത്. അതുപോലെ അടുത്ത ഫോട്ടോ കണ്ടാൽ നമുക്ക് ആ ഒരു വൈറ്റ് പെറ്റലൊക്കെ 13 Pro Maxൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ XS Maxൽ നോക്കുകയാണെങ്കിൽ മാക്രോ മോഡ് വരാത്തതുകൊണ്ട് തന്നെ അവിടെ ബ്ലറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറയിൽ എടുത്ത പിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സ്കൈൻ്റെ ഒരു കളറിന് നല്ലൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് XS Max 13 Pro Maxനോട് കട്ടൊക്കെ കൂടെ പിടിച്ച് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ ഒരു ലീഫിൻ്റെ ഫോട്ടോസ് നോക്കിയാലും ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഫോട്ടോസ് നോക്കിയാലും ഒക്കെ ഒരേപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് 13 Pro Maxൻ്റെ കൂടെ തന്നെ നമ്മൾ XS Max പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഇമേജസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഐഫോൺ 13 Pro Maxൽ വേറെ ലെവൽ ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. ഐഫോൺ 13 Pro Maxൽ 3x ആണ് പോർട്രേറ്റിൽ സൂം വരുന്നത്. നേരെ മറിച്ച് XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1x ആണ് പോർട്രേറ്റിന് വരുന്നത്. നമുക്ക് ആ ഒരു പോർട്രേറ്റിൽ വളരെ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാം. 13 Pro Maxൽ 3xൽ നല്ലൊരു ലൈറ്റിങ്ങിലാണ് നമുക്ക് ഫോട്ടോ കിട്ടുന്നത്. പക്ഷേ നേരെ മറിച്ച് XSലാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റൊക്കെ കുറഞ്ഞൊന്നും ഡാർക്കായിട്ട് നമുക്ക് ഫോട്ടോസ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ഫോട്ടോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതേ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പോർട്രേറ്റ് ഫോട്ടോസിന് 13 Pro Max വേറെ ലെവൽ തന്നെയാണ്, അത് XS Max അതിൻ്റെ കൂടെ പോലും എത്തുന്നില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ സെൽഫി ഇമേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 13 Pro Maxൽ ഒന്നും കൂടി ലൈറ്റ് കൂടിയ ഇമേജസ് ആണ് കിട്ടുന്നത്. നേരെ മറിച്ച് നമുക്ക് XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ് വരുന്നത്. അത് എല്ലാ ഫോട്ടോയിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 13 Pro Maxൽ ഒന്നും കൂടി ലൈറ്റ് കൂടി ഒന്നും കൂടി ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടാണ് കിട്ടുന്നത്. XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസൊക്കെ ഒന്ന് ഡാർക്കായി ഒന്ന് ഡള്ളായ പോലെയാണ് നമുക്ക് കാണുന്നത്. എല്ലാ ഫോട്ടോസിലും നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ലൈറ്റിങ്ങിലാണ് സ്കൈ ഒക്കെ നിൽക്കുന്നത്. പക്ഷേ XSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡള്ളായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിച്ചിട്ട് പോലും 13 Pro Max ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ നന്നായിട്ട് ആ ഒരു ഇമേജിനെ നമുക്കൊന്നും കൂടി ബ്രൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ XSൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇമേജ് ഡള്ളായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ക്യാമറ കമ്പാരിസൺ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കും, ജസ്റ്റ് മെസ്സേജ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ടേജ് ഏതാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ്. XS Max ആണോ ഐഫോൺ 30 Pro Max ആണോ? ഓഫ്കോഴ്സ് ഐഫോൺ 30 Pro Max ആവും. കമ്പാരിസൺ ചെയ്യാൻ പറ്റിയൊരു മോഡലല്ല. എന്നിരുന്നാലും ഞാൻ ആ 7+നായിട്ട് കമ്പാരിസൺ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ 7+ൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് ഫീഡ്ബാക്ക് തരാം. അടുത്തത് ഏത് വേണമെന്നുള്ളത് ജസ്റ്റ് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.